Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ്. നമുക്ക് മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണുള്ളത്. അതിനകത്ത് ഒന്നാമത്തേത് എം ടി റിലേഷൻ. എന്ന് പറഞ്ഞാൽ a relation on A is said to be an empty relation if no element of A is related to any element of A. എന്ന് പറഞ്ഞാൽ എയിലെ ഒരു എലമെന്റും എയിലെ മറ്റൊരു എലമെന്റുമായിട്ടും റിലേറ്റഡ് ആകാൻ പാടില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ഈ റിലേഷൻ്റെ റോസ്റ്റർ ഫോം എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ഓർഡേഡ് പേഴ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിനകത്ത് മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത റിലേഷൻ. നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം, മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത റിലേഷന് പറയുന്ന പേരാണ് എം ടി റിലേഷൻ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷന്റെ പ്രത്യേകത ഇതാണ്: റിലേഷൻ ആർ on A is said to be a universal relation if each element of A is related to every element of A. അതായത് എയിലെ ഓരോ എലമെന്റ്സും എയിലെ എല്ലാ എലമെന്റ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ എലമെന്റ്സും എല്ലാ എലമെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ആറ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആണെന്ന് പറഞ്ഞു. അപ്പം എ ക്രോസ് എയിലെ മെമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? എ ക്രോസ് എയിൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? എയിലെ ഒരു മെമ്പർ എടുത്തു, അതിന്റെ കൂടെ എയിലെ ബാക്കി എല്ലാ മെമ്പേഴ്സും വരുന്ന ഓർഡേഡ് പെയർ, രണ്ടാമത്തെ മെമ്പർ എടുത്തു, അങ്ങനെ. എന്ന് പറഞ്ഞാൽ ഓരോ മെമ്പറിനെ എടുത്തിട്ട് അതിന്റെ കൂടെ എയിലെ എല്ലാ മെമ്പേഴ്സിനും എഴുതുന്ന ആ ഒരു രീതിയിലുള്ള ഓർഡർ പേഴ്സ് എല്ലാം എവിടെയാണുള്ളത്? എ ക്രോസ് എയിലാണുള്ളത്. അപ്പം ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവറി എലമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷന്റെ റൂസ്റ്റർ ഫോം എഴുതുമ്പം അതിനകത്ത് എന്താണ് ഉണ്ടാവുക? എ ക്രോസ് എയിലെ എല്ലാ എലമെന്റ്സും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു എ ക്രോസ് എ ആയിരിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ ഒരു എം ഡി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു എം ഡി സെറ്റ് ആയിരിക്കും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു റിലേഷൻ യൂണിവേഴ്സൽ റിലേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഇസ് ഈക്വൽ ടു എ ക്രോസ് എ തന്നെയായിരിക്കും. ഞാൻ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു റിലേഷൻ പറയാം. ലെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ എ ബോയ്സ് സ്കൂൾ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഉള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബോയ്സ് ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് രണ്ട് റിലേഷൻസ് ഡിഫൈൻ ചെയ്യാം. R1 is equal to set of all AB, ordered pairs AB, such that A is the sister of B. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഈ റിലേഷനിൽ വരണമെങ്കിൽ എന്താണ് പ്രത്യേകത? എ ബിയുടെ സിസ്റ്റർ ആയിരിക്കണം. പക്ഷെ നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് R1 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്ന് എയിലേക്കാണ്. എയില് ബോയ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എ ക്രോസ് എയില് എന്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ? ബോയ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓർഡേഡ് പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം എ ബി എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു ഓർഡേഡ് പേർ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല. നമുക്ക് അവിടെ ഒരു ഗേൾ സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എക്ക് ബിയുടെ സിസ്റ്റർ ആകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു ദ എം ഡി സെറ്റ് വിച്ച് ഇംപ്ലൈസ് R1 എം ഡി റിലേഷൻ ആണ്. ഇനി R2 എന്ന് പറഞ്ഞിട്ട് വേറൊരു റിലേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. R2 is equal to set of all AB such that the height difference of A and B less than 3 meters. അതായത് ഇതിനകത്ത് എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പേര് വരണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? എയും ബിയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ലെസ് ദാൻ 3 meters ആയിരിക്കണം. നമുക്കറിയാം, നോർമലായിട്ട് രണ്ടാളുകളുടെ ഹൈറ്റ് ഡിഫറൻസ് എപ്പോഴും 3 മീറ്ററിനേക്കാൾ കുറവായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് എ ക്രോസ് എയിലുള്ള എല്ലാ മെമ്പേഴ്സും ഇതിനകത്ത് വന്നേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും R2 is equal to A cross A, which implies R2 is the universal relation. അപ്പൊ ഇതാണ് യൂണിവേഴ്സൽ റിലേഷനും
എം ടി റിലേഷനുള്ള എക്സാമ്പിൾസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എം ടി റിലേഷനിൽ മെമ്പേഴ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. യൂണിവേഴ്സൽ റിലേഷനിലാണെങ്കിൽ എ ക്രോസ് എയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ടായിരിക്കണം. ഇനി ചില റിലേഷൻസിൽ നമ്മൾ എയിൽ എന്തൊക്കെയുണ്ടോ, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് എയിലുണ്ടെന്ന് വിചാരിക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എ എന്ന് പറയുന്ന എലമെന്റ് റിലേഷനിലുണ്ടായിരിക്കും. ഫോർ ഓൾ എ ബിലോങ്സ് ടു എ, ഫോർ ഓൾ എ ബിലോങ്സ്, എയിൽ ഒരു എ ഉണ്ടെങ്കിൽ, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിൽ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഡബ്ലറ്റ്സ് എ എന്ന് പറയുന്ന എലമെന്റ് ആർ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ റിലേഷൻ പറയുന്ന പേരാണ് റിഫ്ലെക്സീവ് റിലേഷൻ. റിഫ്ലെക്സീവ് റിലേഷൻ. ഞാനൊരു എക്സാമ്പിൾ എഴുതാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. ഇപ്പൊ നമ്മുടെ റിലേഷനിൽ നമ്മുടെ സെറ്റില് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇപ്പൊ ഇത് റിഫ്ലെക്സീവ് റിലേഷൻ ആകണമെങ്കിൽ ഈ റിലേഷനിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാവണം? 1 1 ഉണ്ടായിരിക്കണം, 2 2 ഉണ്ടായിരിക്കണം, 3 3 ഉണ്ടായിരിക്കണം. ഈ 3 മെമ്പേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? റിലേഷൻ റിഫ്ലെക്സീവ് റിലേഷൻ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ if AB belongs to R, then BA belongs to R. അതായത് ചില റിലേഷനിൽ AB എന്ന് പറയുന്ന എലമെന്റ് ആറിലെ അംഗമാണെങ്കിൽ BAയും ആറിലെ അംഗമായിരിക്കും. ആ ടൈപ്പ് റിലേഷന് പറയുന്ന പേരാണ് സിമ്മട്രിക് റിലേഷൻ. സിമ്മട്രിക് റിലേഷൻ. എക്സാമ്പിൾ ആയിട്ട് 1 2 എന്ന് പറയുന്ന എലമെന്റ് ആറിലുണ്ടെന്ന് വിചാരിക്കുക. 1 2 ബിലോങ്സ് ടു ആർ എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ എന്തും കൂടി ഉണ്ടായിരിക്കണം? 2 1 ആറിൽ ഉണ്ടായിരിക്കണം. 1 2 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 2 1 ആറിൽ ഉണ്ടായിരിക്കണം. ഈ ടൈപ്പ് റിലേഷൻ പറയുന്ന പേരാണ് സിമ്മട്രിക് റിലേഷൻ. ഇനി മൂന്നാമതൊരു ടൈപ്പ് റിലേഷൻ ഉണ്ട്. ഇഫ് AB ബിലോങ്സ് ടു ആർ ആൻഡ് BC ബിലോങ്സ് ടു ആർ, ABയും BCയും ആറിലെ അംഗങ്ങളാണെങ്കിൽ എന്ത് സംഭവിച്ചിരിക്കണം? AC ബിലോങ്സ് ടു ആർ ആയിരിക്കണം. ABയും BCയും ആറിലെ അംഗങ്ങളാണെങ്കിൽ, ആറിൽ ഈ AB എന്ന് പറയുന്ന ഓർഡേഡ് പേരും BC എന്ന് പറയുന്ന ഓർഡേഡ് പേരും ഉണ്ടെങ്കിൽ എന്തും ഉണ്ടായിരിക്കണം? ACയും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള റിലേഷൻസിന് പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പം AB മാത്രം ഉണ്ടായാൽ പോരാ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 1 2 ഉണ്ട്, അതിന്റെ കൂടെ 1 2 ബിലോങ്സ് ടു ആർ ആണ്. അതിന്റെ കൂടെ തന്നെ 2 3 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എന്തും കൂടി ഉണ്ടായിരിക്കണം? 1 3 എന്ന് പറയുന്ന ഓർഡേഡ് പേരും ആറിലെ മെമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ അതിനെ ട്രാൻസിറ്റീവ് റിലേഷൻ വിളിക്കുള്ളൂ. അപ്പൊ അതിനകത്ത് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. 1 2 ഉണ്ടെങ്കിൽ, 1 2 മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 1 2ഉം അതുപോലെ തന്നെ ഇവിടുത്തെ സെക്കൻഡ് എലിമെന്റ് ഫസ്റ്റ് എലിമെന്റ് ആയിട്ട് വരുന്ന അടുത്തോടെ ഒരു പേര് 2 3യും ഉണ്ടെങ്കിൽ മാത്രം 1 3 ഉണ്ടോ നമ്മൾ അന്വേഷിക്കാനായിട്ട് പോയാൽ മതി. അപ്പൊ ഈ 3 ടൈപ്പ് റിലേഷൻസിനെ ഞാൻ പരിചയപ്പെടുത്തിയത്, ഒരു റിലേഷൻ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിവലൻസ് റിലേഷൻ. അതായത് a relation which is reflexive, symmetric and transitive is called an equivalence relation. Equivalence relation examples തരാം. Examples തരാം. Let T be the set of all triangles in a plane. അതായത് ഒരു പ്ലെയിനിലുള്ള എല്ലാ ട്രയാങ്കിൾസും കൂടെ കളക്ഷനാണ് ടി. ഇനി ഞാൻ റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. R is equal to set of all ordered pairs T1 T2. ട്രയാങ്കിൾസ് ആയതുകൊണ്ട് T1 T2 എന്ന് കൊടുത്തേ ഉള്ളൂ. T1 T2 such that T1 is congruent to T2. T1 T2നോട് കോൺഗ്രുവന്റ് ആണ്. അപ്പൊ ഇവിടെ ഈ റിലേഷനിൽ അംഗമാകണമെങ്കിൽ ആ ഓർഡേഡ് പെയറിന്റെ കണ്ടീഷൻ എന്താണ്? രണ്ട് ട്രയാങ്കിൾസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഓർഡേഡ് പെയർ ഈ റിലേഷനിൽ അംഗമാകണമെങ്കിൽ ആദ്യത്തെ ട്രയാങ്കിളും രണ്ടാമത്തെ ട്രയാങ്കിളും കൂടി കോൺഗ്രുവന്റ് ആയിരിക്കണം. കോൺഗ്രുവൻസിന്റെ കണ്ടീഷൻ നമുക്കറിയാം. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ എല്ലാ അളവുകളും, എല്ലാ സൈഡുകളുടെയും ലെങ്തുകൾ ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. 3 ലെങ്തുകളും 3
മറ്റേ ട്രയാങ്കിളിന്റെ 3 ലെങ്തുകളും 3 സൈഡ് ലെങ്തുകളും 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ മറ്റേ ട്രയാങ്കിളിന്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒന്നൊന്നേ തോന്നാൻ പാടുള്ളൂ. അതാണ് കോൺഗ്രുവൻസിന്റെ കണ്ടീഷൻ. എല്ലാ അളവുകളും ഈക്വൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കും. അപ്പൊ ഇത് നമുക്ക് നോക്കേണ്ടത് ഈസ് ദിസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഇത് ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് നമുക്ക് നോക്കണം. ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ. ഇത് റിഫ്ലെക്സീവ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? റിഫ്ലെക്സീവ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ T1 എന്ന് പറയുന്ന ഓർഡേഡ് പേര് നമ്മുടെ റിലേഷനിൽ ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. നമുക്കറിയാം എവരി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവന്റ് ടു ഇറ്റ്സെൽഫ് അല്ലേ. ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ വശങ്ങളും രണ്ടാമതായിട്ട് അത് തന്നെ നോക്കുന്നെങ്കിൽ അതിനോട് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എവരി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവന്റ് ടു itself. Therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? Ti belongs to R for all Ti belongs to T. ടിയിലെ ഏത് ട്രയാങ്കിൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ കറസ്പോണ്ടിങ് ഓർഡേഡ് ഡബ്ലറ്റ് എവിടെ ഉണ്ടാകും? ഈ റിലേഷനിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ. ഇനി രണ്ടാമത് നമുക്ക് നോക്കേണ്ടത് സിമെട്രിക് ആണോ എന്നാണ്. സിമെട്രിക് ആണോ എന്ന് നോക്കണം. സിമെട്രിക് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇഫ് T1 T2 belongs to R, T1 T2 R ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം? T2 T1 belongs to R എന്ന് കാണിക്കണം. അപ്പൊ നമ്മൾ let T1 T2 belongs to R. T1 T2 belongs to R എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? T1 congruent to T2. T1 congruent to T2. ഇനി T1 T2വിനോട് കോൺഗ്രുവന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും T2 T1നോട് കോൺഗ്രുവന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് എഴുതാൻ പറ്റും ദാറ്റ് ഈസ് T2 കോൺഗ്രുവന്റ് ടു T1. T2 കോൺഗ്രുവന്റ് ടു T1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? T2 T1 belongs to R. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു T1 T2 belongs to R ആണെങ്കിൽ T2 T1 belongs to R ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? The given relation is symmetric. ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന്. ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ട്രാൻസിറ്റീവ് തന്നിരിക്കുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. T1 T2 belongs to R and T2 T3 belongs to R ആണെങ്കിൽ T1 T2ഉം T2 T3യും ആറിലെ മെമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് T1 T3 belongs to R എന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് T1 T2 belongs to R and T2 T3 belongs to R. ഇത് രണ്ടും ആറിലെ മെമ്പേഴ്സ് ആണെന്ന് എടുക്കുക. ഇനി T1 T2 belongs to R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം T1 congruent to T2 and T2 T3 belongs to R എന്ന് പറഞ്ഞാൽ T2 congruent to T3. ഇനി നോക്കിക്കേ, T1 T2നോട് കോൺഗ്രുവന്റ് ആണ്, T2 T3യോട് കോൺഗ്രുവന്റ് ആണ് എന്ന് പറഞ്ഞാൽ T1ന്റെ പുറത്ത് T2 അതിന്റെ പുറത്ത് T3 വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപോലെ ഇരിക്കുന്ന അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T2 എടുത്ത് മാറ്റിയിട്ട് T1ഉം T3യും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുപോലെ തന്നെ ഇരിക്കുള്ളൂ. അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ T1ന്റെ അളവുകളും T2ന്റെ അളവുകളും സെയിം ആണ്, T2ന്റെ അളവുകളും T3യുടെ അളവുകളും സെയിം ആണ്. ഉറപ്പായിട്ടും എന്തായേ പറ്റുള്ളൂ? T1ഉം T3യും കോൺഗ്രുവന്റ് ആയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാൻ പറ്റും T1 കോൺഗ്രുവന്റ് ടു T3. ഇനി T1ഉം T3യും കോൺഗ്രുവന്റ് ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം എന്താണ്? T1 T3 ഓർഡേഡ് പെയർ T1 T3 belongs to R. അപ്പൊ അത് നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് T1 T2 ആറിലെ അംഗമാണ്, അതുപോലെ തന്നെ T2 T3 ആറിലെ അംഗമാണ്. അങ്ങനെയാണെങ്കിൽ T1 T3യും ആറിലെ അംഗമായേ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ റിലേഷൻ വെച്ചിട്ട് ഇത് ട്രാൻസിറ്റീവുമാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, അതിന്റെ കൂടെ ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? The given relation is an equivalence relation. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. Let L be the set of all lines in a plane
ഒരു പ്ലെയിനിലെ ലൈനുകളുടെ കളക്ഷൻ. ഇനി ഒരു റിലേഷൻ ആർ ഡിഫൈൻ ചെയ്യാണ്. ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ L1 L2 സച്ച് ദാറ്റ് L1 പെർപെൻഡിക്കുലർ ടു L2. അതായത് ഈ റിലേഷനിലെ L1 L2 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ വരണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? L1 L2 പെർപെൻഡിക്കുലർ ആയിരിക്കണം. L1 L2 പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഈ ഒരു രീതിയിലുള്ള ലൈൻസിനെയാണ്, അതിന്റെ ഓർഡേഡ് പെയർസിനെയാണ് നമ്മൾ ഇതിനകത്ത് എഴുതുന്നത്. അപ്പൊ ഇതും നമ്മൾ ഈക്വലൻസ് റിലേഷൻ ആണോ അല്ലയോ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യമേ നമുക്ക് എന്ത് നോക്കണം? ഇത് റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കണം. റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കണം. റിഫ്ലക്സീവ് ആണോ നോക്കാനായിട്ട് എന്നാ ചെയ്യേണ്ടത്? L1 എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ അത് അതിനോട് തന്നെ പെർപെൻഡിക്കുലർ ആണെന്ന് കാണിച്ചാൽ എന്നാലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? L1 ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഒരു ലൈനും അതിനോട് തന്നെ പെർപെൻഡിക്കുലർ ആവാൻ പറ്റില്ല അല്ലെ? ഒരു ലൈനും അതിനോട് തന്നെ പെർപെൻഡിക്കുലർ ആവാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് നോട്ട് റിഫ്ലക്സീവ്. അതായത് നോ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു itself. Therefore, this is not reflexive. ഇത് റിഫ്ലക്സീവ് അല്ല. ഇനി സിമെട്രിക് ആണോ നോക്കാൻ എന്നാ ചെയ്യണ്ടേ? L1 L2 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? L2 L1 ബിലോങ്സ് ടു ആർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. L1 L2 ബിലോങ്സ് ടു ആറിലെ അംഗമാണെങ്കിൽ L2 L1 ആറിലെ അംഗമാണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് L1 L2 ബിലോങ്സ് ടു ആർ. L1 L2 ആറിലെ അംഗമാണെന്ന് എടുത്തു. L1 L2 ആറിലെ അംഗമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? L1 പെർപെൻഡിക്കുലർ ടു L2. L1 പെർപെൻഡിക്കുലർ ടു L2. നമുക്കറിയാം ഒരു ലൈൻ L1 L2 L1 L2 പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഉറപ്പായിട്ടും L2 L1 പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമുക്ക് തിരിച്ചെഴുതാൻ പറ്റും. That implies L2 perpendicular to L1. ഇനി L2 perpendicular to L1 ആണെങ്കിൽ എന്ത് സംഭവിക്കണം? സ്വാഭാവികമായിട്ടും ഓർഡേഡ് പെയർ L2 L1 belongs to R. അതായത് L1 L2 ആറിലെ അംഗമാണെങ്കിൽ L2 L1 ആറിലെ അംഗമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് എ സിമെട്രിക് റിലേഷൻ. റിഫ്ലക്സീവ് അല്ല എന്ന് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് നോട്ട് ആൻ ഇക്വലൻസ് റിലേഷൻ. മൂന്നും കൂടി ആണെങ്കിലാണ് ഇക്വലൻസ് റിലേഷൻ ആവുള്ളൂ. എന്നാലും ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് L1 L2 ബിലോങ്സ് ടു ആറും L2 L3 ബിലോങ്സ് ടു ആറും ആണെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? L1 L3 ബിലോങ്സ് ടു ആർ എന്ന് പ്രൂവ് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ പറയാൻ പറ്റും L1 L2 ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ L1 പെർപെൻഡിക്കുലർ ടു L2 ആൻഡ് L2 L3 ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? L2 പെർപെൻഡിക്കുലർ ടു L3. ഇനി നോക്കിക്കേ L1 പെർപെൻഡിക്കുലർ ടു L2. ഇനി L2 പെർപെൻഡിക്കുലർ ടു L3 എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ വരച്ചേ പറ്റുള്ളൂ? ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ? L1 പെർപെൻഡിക്കുലർ ടു L2. ഈ L2 L3 പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതിനെ L3നെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരിക്കലും L1 L3 പെർപെൻഡിക്കുലർ ആകാനുള്ള സാധ്യതയില്ല. L1 L3 പാരലൽ ആകാനുള്ള സാധ്യതയാണുള്ളത്. L1 L2 ഒരിക്കലും പെർപെൻഡിക്കുലർ ആകാനുള്ള സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും this does not implies L1 പെർപെൻഡിക്കുലർ ടു L3. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇതിൽ നിന്ന് നമുക്ക് L1 പെർപെൻഡിക്കുലർ ടു L3 ആണെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും ഇത് പെർപെൻഡിക്കുലർ ആവില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും L1 L2 L1 L3 not belongs to R. Therefore, we can conclude that this is not a transitive relation. ഇത് ട്രാൻസിറ്റീവ് അല്ല. ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും L1 L3 ബിലോങ്സ് ടു ആർ എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും L1 L3 നോട്ട് ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഈ പറയുന്ന റിലേഷൻ റിഫ്ലക്സീവും അല്ല ട്രാൻസിറ്റീവും അല്ല, പക്ഷേ സിമെട്രിക് ആണ്. ഇനി വേറൊരു റിലേഷൻ നമ്പർ വെച്ചിട്ടുള്ള റിലേഷൻ R ഫ്രം Z ടു Z. എന്താന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലെ? Z എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സ് ആണ്. ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? Z is equal to set of all 0 plus or minus 1 plus or minus 2 etc. ഇതാണ്
ഇസഡ്. ഇനി ഇസഡിൽ നിന്ന് ഞാൻ ചെയ്തിരിക്കുന്ന റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് 2 divides a minus b. അതായത് എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ നമ്മുടെ റിലേഷനിൽ അതിന്റെ റോസ്റ്റർ ഫോമിൽ വരണമെങ്കിൽ എ മൈനസ് ബിയെ 2 ഡിവൈഡ് ചെയ്യണം. 2വിന് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. ഈവൻ നമ്പേഴ്സ് നമുക്ക് ഇച്ചിരി കൂടി വേറെ രീതിയിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയാം. ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? 2വിനെ ഇന്റീജേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകളാണ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 2വിനെ ഇന്റീജർ 0യും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടും. പ്ലസ് ഓർ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് 2 കിട്ടും. പ്ലസ് ഓർ മൈനസ് 4 കിട്ടും. അങ്ങനെ ആ ഒരു ഓർഡറിലുള്ള ഏതെങ്കിലും സംഖ്യകളായിരിക്കണം എന്തെന്ന് പറയുന്നത് എ മൈനസ് ബി എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയറിനെ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ റിലേഷൻ ഒരു ഈക്വൽസ് റിലേഷൻ ആണെന്ന് കാണിക്കാനാണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ എന്ത് ചെയ്യണം? ഇത് റിഫ്ലെക്സീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഏതൊരു എ എടുത്തിട്ടുണ്ടെങ്കിലും എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു ഇസഡ് എന്നാണ് കാണിക്കേണ്ടത്. നമുക്കറിയാം ഒരു സംഖ്യയിൽ നിന്ന് അത് തന്നെ കുറച്ച് നമുക്ക് കിട്ടുന്നത് എന്താണ്? 0 ആണ് അല്ലെ? എ മൈനസ് എ ഇസ് ഈക്വൽ ടു 0 വിച്ച് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2. 2വിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എ മൈനസ് എ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ആറിൽ ഉണ്ടായിരിക്കും ഫോർ ഓൾ എ ബിലോങ്സ് ടു ഇസഡ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ. ഇനി സിമെട്രിക് ആണോ എന്ന് നോക്കണം. സിമെട്രിക് ആണോ നോക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നമ്മൾ എന്ത് കാണിക്കണം? ബി എ ബിലോങ്സ് ടു ആർ ആണെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ. എ ബി ആറിലെ അംഗമാണ്. എന്ന് പറഞ്ഞാൽ അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോണ്ടെന്നാണ് അർത്ഥം. എ മൈനസ് ബി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2 എന്നാണ് അർത്ഥം. എ മൈനസ് ബി ഈസ് ആൻ ഇന്റഗ്രൽ ഇനി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്നൊക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈവൻ നമ്പർ എന്ന് ഓർത്താലും മതി കേട്ടോ. ദിസ് സിംപ്ലൈസ് എ മൈനസ് ബി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2 ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ബി മൈനസ് എയെ കുറിച്ച് എന്ത് പറയാം? നമുക്കറിയാം 4 മൈനസ് 2 ഇസ് ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ 2 മൈനസ് 4 ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് 2 ആണ്. അത് നമുക്കറിയാം. അപ്പം എ മൈനസ് ബി 2വിന്റെ ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പർ ആണെന്ന് പറഞ്ഞാൽ അതേ സംഖ്യയുടെ നെഗറ്റീവ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ബി മൈനസ് എ എന്ന് പറയുന്നത്. അതും എന്ത് തന്നെയാണ്? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2 തന്നെയാണ്. അപ്പം ദിസ് ഇംപ്ലൈസ് ബി മൈനസ് എ ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2. ഇനി ബി മൈനസ് എ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓർഡേഡ് പെയർ ബി എ ബിലോങ്സ് ടു ആർ. അപ്പൊ എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ബി എ ബിലോങ്സ് ടു ആർ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് എ സിമെട്രിക് റിലേഷൻ. ഇനി ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എ ബി ബിലോങ്സ് ടു ആറും ബി സി ബിലോങ്സ് ടു ആറും ആണെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് സംഭവിച്ചാൽ എന്ത് പ്രൂവ് ചെയ്യണം? എ സി ബിലോങ്സ് ടു ആർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ് ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ. ഇനി എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എന്താ? എ മൈനസ് ബി ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ സ്ഥാനത്ത് ഞാൻ ഈവൻ എന്ന് എഴുതുകയാണ് കേട്ടോ. ഈവൻ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ബി മൈനസ് സി ഈസ് ഈവൻ. രണ്ടും സെയിം ആണ് കേട്ടോ. ഇംപ്ലൈസ് എ മൈനസ് ബിയും ഈവൻ ആണ്, ബി മൈനസ് സിയും ഈവൻ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ട് ഈവൻ സംഖ്യകളുടെ സം അല്ലെങ്കിൽ രണ്ട് ഇരട്ട സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ സംഖ്യ എന്ത് തന്നെയായിരിക്കും? ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഇസ് ഈവൻ. എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈവൻ ആണ്. ഇനി എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി, മൈനസ് ബി പ്ലസ് ബി എന്ന് കഴിയുമ്പോൾ അത് നമുക്ക് ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി എന്തുണ്ട്? എ മൈനസ് സി ഈസ് ഈവൻ അല്ലെങ്കിൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയാൻ പറ്റും. എ മൈനസ് സി ഈവൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം?
AC belongs to R. അതായത് AB-യും BC-യും Rലെ അംഗങ്ങളാണെങ്കിൽ AC-യും Rലെ അംഗമാണ് എന്ന് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ദിസ് ഈസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പോൾ ഈ തന്ന റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആണ്. therefore R is an equivalence relation. ഇത് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഈ R ഇസഡിൽ നിന്ന് ഇസഡിലേക്കാണ് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആറിന് നമ്മുടെ ഇസഡിനെ രണ്ട് ഡിസ്ജോയിന്റ് സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇ എന്നും ഒ എന്നും നമുക്ക് അതിന് പേര് കൊടുക്കാം. ഇ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഈവൻ ഇന്റീജേഴ്സ്. സെറ്റ് ഓഫ് ഈവൻ ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരുന്നത്? 0 ±2 ±4 ±6 എക്സെട്ര. ഇനി ഒ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓഡ് ഇന്റീജേഴ്സ്. സെറ്റ് ഓഫ് ഓഡ് ഇന്റീജേഴ്സ്. ഓഡ് ഇന്റീജേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ? 1 ±1 ±3 ±5 എക്സെട്ര. അപ്പൊ ഈ രണ്ട് സെറ്റുകളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ റിലേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന റിലേഷൻ വെച്ചിട്ട് ഈ സെറ്റിലെ ഇയിലെ എല്ലാ മെമ്പേഴ്സും ഇതിലെ ബാക്കി ഇയിലെ ഓരോ മെമ്പേഴ്സും ഇതിലെ ബാക്കി എല്ലാ മെമ്പേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഇയിലെ ഓരോ മെമ്പേഴ്സും ഇതിലെ എല്ലാ മെമ്പേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 0 എടുത്തു കഴിഞ്ഞാൽ 0 0 2 0 2 എന്ന് പറയുന്ന ഓരോടെ പേര് ഉറപ്പായിട്ടും റിലേഷനിൽ വരും. കാരണം 0 -2 എന്ന് പറയുന്നത് -2 ആണ്. -2 ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലെങ്കിൽ ദിസ് ഈസ് ആൻ ഈവൻ നമ്പർ. ഇനി അതുപോലെ 2വിന്റെ സ്ഥാനത്ത് വേറെ ഏത് നമ്പർ എടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ അറിയാം ഇത് മുഴുവൻ ഈവൻ നമ്പേഴ്സ് ആണ്. രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ ഡിഫറൻസ് എപ്പോഴും മറ്റൊരു ഈവൻ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എല്ലാ ഓർഡർ പേഴ്സും എവിടെയുണ്ട്? നമ്മുടെ റിലേഷനിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ എല്ലാ മെമ്പേഴ്സും ഓരോ മെമ്പേഴ്സും ഇതിനകത്തെ എല്ലാ മെമ്പേഴ്സുമായിട്ടും റിലേറ്റഡും ആണ്. അതുപോലെ തന്നെ പറയാം 1 എടുത്തു കഴിഞ്ഞാൽ 1ഉം 3ഉം 1 -3 -2 ആണ്. അതുപോലെ തന്നെ ഇപ്പൊ -1 -3 ആ ഒരു രീതിയിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? അപ്പൊ ഇതിനകത്തെ എല്ലാം ഈ ഒരു റിലേഷൻ വെച്ചിട്ട് റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിലെ എല്ലാ എലമെന്റ്സും ഓരോ എലമെന്റ്സും ഇതിലെ എല്ലാ എലമെന്റ്സും റിലേറ്റഡ് ആണ്. പക്ഷേ ഈ സെറ്റിലെ ഒരു എലമെന്റ് എടുത്തിട്ട് ഇതെടുത്ത് കഴിഞ്ഞാൽ അതായത് 0 1 എന്ന് പറയുന്ന ഒരു പേര് എടുത്താൽ 0 -1 -1 ആണ്, വിച്ച് ഇസ് നോട്ട് ആൻ ഈവൻ നമ്പർ. അപ്പൊ അതൊരിക്കലും റിലേറ്റഡ് അല്ല, അല്ലെങ്കിൽ അത് നമ്മുടെ ഈ റിലേഷനിന്റെ ഓർഡർ പെയറായിട്ട് വരില്ല, ഈ റിലേഷനിൽ വരില്ല. അപ്പം അങ്ങനെ പറയാൻ പറ്റും ഇതിനകത്ത് എല്ലാ ഓരോ എലമെന്റ്സും ഇതിലെ എല്ലാ എലമെന്റ്സുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷേ ഇതിനകത്ത് ഓരോ എലമെന്റുമായിട്ടും റിലേറ്റഡ് അല്ല. തിരിച്ചും ഇതിനകത്തെ ഓരോ എലമെന്റ്സും ഇതിനകത്തെ എല്ലാ എലമെന്റ്സുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷേ ഇതിനകത്തെ ഒരെണ്ണം പോലും ഇതിനകത്തെ ആരുമായിട്ടും റിലേറ്റഡ് അല്ല. അതുപോലെ തന്നെ ഇതിനകത്ത് കോമൺ ആയിട്ട് ഒന്നുമില്ല. അതായത് ഈ ഇന്റർസെക്ഷൻ O is equal to empty set. ഇത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയാൽ ഈ യൂണിയൻ O is equal to Z. അപ്പൊ ഇതിനെ രണ്ടും കൂടെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് പറയുക. ആദ്യം പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടീസ്, അതായത് ഇതിനകത്തെല്ലാം റിലേറ്റഡ് ആണ്, ഇതുമായിട്ട് റിലേറ്റഡും അല്ല. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ, അതായത് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ ഈ സെറ്റിനെ ഈ റിലേഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ സെറ്റിനെയും നമ്മൾ ഇക്വലൻസ് ക്ലാസ് എന്ന് വിളിക്കും. ഇക്വലൻസ് ക്ലാസ് എന്ന് വിളിക്കും. ഇനി ഇ എന്ന് പറയുന്ന സെറ്റില് 0 ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 0. ഇനി ഇതിനകത്ത് O എന്ന് പറയുന്ന സെറ്റില് 1 ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 1 എന്ന് പറയും. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് രണ്ടും ഈക്വൽ അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 0 നോട്ട് ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 1. ഇനി ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 0 എന്ന് ഇതിനെ പറയാമെങ്കിൽ ഇതിനെ ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 2 എന്നും പറയാം. കാരണം 2 ഇതിനകത്തെ അംഗമാണ്. 4 എന്നും പറയാം. എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 0 is equal to ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾസ് ഓഫ് 2. അതിനെ നമ്മൾ 2n എന്ന് എഴുതും. അതുപോലെ തന്നെ ഇതിനെ ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 1 എന്ന് എഴുതാമെങ്കിൽ ഇതിനെ ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 3 എന്നും 5 എന്നും ഒക്കെ എഴുതാം. എന്ന് പറഞ്ഞാൽ ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 1 is equal to ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് ഓഡ് ഇന്റീജേഴ്സ്. ഓഡ് ഇന്റീജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എഴുതുന്നത് എപ്പോഴും 2n + 1 ആണ്. അപ്പം ഈ റിലേഷൻ ഈ Z എന്ന് പറയുന്ന സെറ്റിനെ
ഇങ്ങനെ ഇക്വലൻസ് ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനെ ജനറൽ ആയിട്ട് പറഞ്ഞാൽ an arbitrary relation R on an arbitrary set X, എക്സിൽ നിന്ന് എക്സിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏതൊരു റിലേഷനും എക്സിനെ ഡിസ്ജോയിന്റ് പാർട്ടീഷൻസ് A1, A2, A3 എക്സെട്ര ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്യുന്നതിന്റെ കൂടെ അതൊരു 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. ഒന്നാമത്തെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഈച്ച് എലമെന്റ് of AI is related to every element of AI. ഒരു സെറ്റ് ഉണ്ടെങ്കിൽ ആ സെറ്റിലെ ഓരോ എലമെന്റും അതിലെ എല്ലാ എലമെന്റ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. രണ്ടാമത്തെ പ്രോപ്പർട്ടി no element of AI is related to any element of AJ where I not equal to J. അതായത് വ്യത്യസ്തങ്ങളായ രണ്ട് ഗ്രൂപ്പുകൾ എടുത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് സെറ്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ ഒന്നാമത്തെ സെറ്റിലെ ഒരു എലമെന്റ് പോലും രണ്ടാമത്തെ സെറ്റിലെ ആരുമായിട്ടും റിലേറ്റഡ് ആയിരിക്കാൻ പാടില്ല. പിന്നെ അതിൻ്റെ കൂടെ പറയുന്ന ഒരു കാര്യമാണ് ഇന്റർസെക്ഷൻ AI. എല്ലാ AIകളുടെയും കൂടെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് MJ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് പെയർ വൈസ് ഡിസ്ജോയിന്റ് ആയിരിക്കണം. ആൻഡ് യൂണിയൻ AI ഈസ് ഈക്വൽ ടു X ആയിരിക്കണം. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ ഒരു റിലേഷന് നമ്മുടെ എക്സ് എന്ന് പറയുന്ന സെറ്റിനെ ആർബിട്രറി സെറ്റിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഓരോ ക്ലാസ്സിനെയും ഇക്വലൻസ് ക്ലാസ്സസ് എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ ഇതാണ് ഈ സെക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ. ഈ സെക്ഷനിലെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സസൈസ് പ്രോബ്ലംസും അതിന്റെ കൂടെ തന്നെ ഇതിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത സെക്ഷനിൽ കാണാം. ഇത് സ്കിപ്പ് ചെയ്ത് കാണരുത്. കാണുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് കാണുക. എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ കഴിഞ്ഞ സെക്ഷൻ കൂടി ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. അപ്പം അടുത്ത സെക്ഷനിൽ വേഗം തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.